ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മാർക്കറ്റ് ഇൻസൈറ്റ്. വളരെ ആവേശത്തോടുകൂടി അവസാനിച്ച ഒരു വെള്ളിയാഴ്ചയ്ക്ക് ശേഷം അല്പം ആശങ്കയോടുകൂടിയാണ് ഇന്ന് നമ്മൾ മാർക്കറ്റിനെ സമീപിക്കുന്നത്. കാരണം വളരെ അപ്രതീക്ഷിതമായിട്ട് ഇറാനെ അമേരിക്ക ആക്രമിക്കുകയുണ്ടായി. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ പ്രസ്താവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ട്രംപ് അക്ഷരാർത്ഥത്തിൽ അതുതന്നെ നടപ്പിലാക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവേഴ്സിന് ശേഷം സാറ്റർഡേ ഇറാനെ ആക്രമിച്ചു. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഗ്ലോബൽ ഷെയർ മാർക്കറ്റുകളിലെല്ലാം തന്നെ വരാനിരിക്കുന്നേ ഉള്ളൂ. കാരണം ഇന്നാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആരംഭിച്ചു തുടങ്ങിയത്. ഇന്ന് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഡൗൺ ആണ്. 0.5% ഡൗൺ ആയ ലെവലിലാണ് ഏഷ്യൻ മാർക്കറ്റുകൾ ട്രേഡ് ചെയ്യുന്നത്. എക്സെപ്റ്റ് ഷാങ്ഹായ് മാത്രമാണ് ഒരു അല്പം പോസിറ്റീവ് കാണിക്കുന്നത്. SGX നിഫ്റ്റി, ഗിഫ്റ്റ് നിഫ്റ്റി 135 പോയിൻറ്റിൻ്റെ ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് എല്ലാം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്പണിംഗ് സമയത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതായാലും 25,000-ന് താഴെയായിരിക്കും ഇനി നമുക്കുള്ള ഒരു ട്രേഡിംഗ് നിലവാരം കിട്ടുക. അപ്പോൾ നമ്മളിനി ക്രൂഷ്യലായിട്ട് നോക്കേണ്ടത് 24,500 എന്ന ലെവൽ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്നാണ്. അതിന് മുകളിൽ നിൽക്കുന്ന എല്ലാ മാർക്കറ്റിലൊരു പുൾ ബാക്കിനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വളരെ സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞ പോലെ തന്നെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമ്യൂസ് ഓൾമോസ്റ്റ് അടച്ച ഒരു നിലയിലാണ്. അതുതന്നെ ഗ്ലോബൽ ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ വില വർധനവിന് ഇടയാക്കുന്നുണ്ട്. $80 പെർ ബാരൽ എന്ന രീതിയിലേക്ക് ക്രൂഡ് ഓയിൽ പ്രൈസ് മുന്നേറി കഴിഞ്ഞു. അതിൻ്റെ പ്രത്യാഘാതങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ എക്കണോമിയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. എന്നാൽ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ഇത് നെഗറ്റീവാണ്. എന്നാൽ ഓയിൽ റിഫൈനേഴ്സ് ആയിട്ടുള്ള ONGC, ഓയിൽ ഇന്ത്യ എന്നിവയ്ക്കെല്ലാം ഒരു പോസിറ്റീവ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഒപ്പം IT സെക്ടറിലെല്ലാം ഒരു പോസിറ്റീവ് ട്രെൻഡ് കാണാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മളിനി നോക്കേണ്ടത് ഈ ആഴ്ച ഒരു IPO വീക്കായിട്ട് തന്നെ പറയാം. ഏകദേശം 15,000 കോടി രൂപയുടെ IPO ആണ് ഈ ഒരു ആഴ്ച മാർക്കറ്റിലേക്ക് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് HDB ഫിനാൻഷ്യൽ സർവീസിൻ്റെ IPO ആണ്. 12,500 കോടി രൂപയാണ് അവരുടെ മാത്രം IPO വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ NBFC IPO ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു IPOസിൽ കൂടുതൽ എല്ലാവരും ആവേശത്തോടെ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അതിലേക്കും ഒരു ഫണ്ട് അലോക്കേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് സെക്കൻഡറി മാർക്കറ്റിൽ നിന്നൊരു ഫണ്ട് വിഡ്രോവൽ വരാനുള്ള സാധ്യതയും ഉണ്ട്. ഒപ്പം FISൻ്റെ ഫണ്ട് ഫ്ലോയ്സ് നമ്മൾ നോക്കണം. അതോടൊപ്പം തന്നെ റുപ്പി എത്രത്തോളം US ഡോളറുമായിട്ട് ട്രേഡ് ചെയ്യുന്നു എന്നൊരു കാര്യം കൂടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യങ്ങൾ മുൻനിർത്തി വേണം നമ്മൾ ഈ ഒരു ആഴ്ച ട്രേഡിങ്ങിനായിട്ട് സമീപിക്കാനായിട്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓവർനൈറ്റ് പൊസിഷൻസ്, അഗ്രസീവ് ഓവർനൈറ്റ് പൊസിഷൻസ് ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു കറക്ഷൻ സമയത്ത് നല്ല സ്റ്റോക്കുകളെ കണ്ടെത്തുകയും മാർക്കറ്റ് ഒരു ഡിപ്പിലേക്ക് എത്തുമ്പോൾ സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ഒരു കറക്ഷൻ എടുക്കാം. നമ്മൾ ഈ ഒരു കറക്ഷനിൽ നിന്നും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആരംഭിക്കാം. താങ്ക് യു സോ മച്ച്.